ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഗൃഹാങ്കണ രാമായണ പാരായണം 30-ാം ദിവസം. ഔഷധങ്ങൾ തേടിയുള്ള ഹനുമാന്റെ യാത്രയ്ക്ക് വിഘ്നം വരുത്തുവാനുള്ള പ്രവർത്തനത്തിൽ നിന്നും രാവണനെ തടയുവാൻ കാലനേമി ആവുന്നത്ര പരിശ്രമിച്ചു നോക്കുകയാണ്. പക്ഷേ സാധിക്കുന്നില്ല. കാലനേമിയെ വെട്ടിക്കൊല്ലുവാൻ രാവണൻ വാൾ ഉയർത്തുകയാണ്. ദുഷ്ടൻ്റെ കരങ്ങളാൽ മരണപ്പെടുന്നത് ഒരിക്കലും ഉചിതമായിരിക്കുകയില്ല. കാലനേമി അവൻ്റെ ആജ്ഞ പാലിക്കുവാൻ തയ്യാറാവുകയാണ്. ഒരുപക്ഷെ ഈ പ്രവർത്തനം കൊണ്ട് തനിക്ക് സൽഗതി ലഭിച്ചേക്കാം എന്നൊരു തോന്നൽ കാലനേമിയിൽ അപ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ്. ഒരു മുനിവേഷം സ്വീകരിച്ചുകൊണ്ട് കാലനേമി ഹനുമാന്റെ യാത്രാമാർഗത്തിൽ ഒരിടത്ത് ഋഷഭാദ്രിക്ക് സമീപം മായ കൊണ്ട് ഒരാശ്രമം സ്ഥാപിച്ച് അവിടെ ഹനുമാനെ കാത്തിരിക്കുകയാണ്. മൃതസഞ്ജീവനിക്കായി ഋഷഭാദ്രിയിലെത്തിയ ഹനുമാൻ മരുന്നുകൾ തിരിച്ചറിയാൻ സാധിക്കാതെ വിസ്മയപ്പെട്ട് നിൽക്കുമ്പോൾ കാലനേമിയുടെ ആശ്രമം ശ്രദ്ധയിൽപ്പെടുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ആശ്രമമുള്ളതായി ജാമ്പവാൻ പറഞ്ഞിട്ടുമില്ല, തൻ്റെ മുൻയാത്രയിൽ കണ്ടിട്ടുമില്ല. സംശയാലുവായെങ്കിലും ദാഹം സഹിക്കവയ്യാതെ ഹനുമാൻ കുറച്ച് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി ആ ആശ്രമത്തിൽ എത്തുകയാണ്. എന്നിട്ട് അവിടെ കണ്ട മുനിയെ വണങ്ങുകയാണ്. തന്നെ പരിചയപ്പെടുത്തുകയാണ്. ആഗമനോദ്ദേശം അറിയിക്കുകയാണ്. സന്യാസിവര്യൻ തൻ്റെ കമണ്ഡലു ഹനുമാന് നേർക്ക് നീട്ടുകയാണ്. അതിലെ വെള്ളം കുടിച്ച് ദാഹം തീർത്തുകൊള്ളുവാൻ പറയുകയാണ്. മാത്രവുമല്ല, തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് ലങ്കയിൽ കാര്യങ്ങളെല്ലാം ശുഭമായെന്നും രാമാനുഗ്രഹം കൊണ്ട് വാനരന്മാരെല്ലാം പുനർജീവിതരായി ഗംഭീരമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരവും ഹനുമാനെ ധരിപ്പിക്കുകയാണ്. മുനിയുടെ വാക്കുകൾ കേട്ട് സന്തുഷ്ടവാനായ ഹനുമാൻ കമണ്ഡലുവിലെ വെള്ളം മാത്രം തനിക്ക് പോരാ, വിശാലമായ ഒരിടത്ത് നിന്ന് വെള്ളം കുടിച്ച് കുളിച്ചു തുടിക്കണമെന്ന ആഗ്രഹം കാലനേമിയോട്, ആ സന്യാസി വര്യനോട് പ്രകടിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ദൂരെയുള്ള ജലാശയത്തിലേക്ക് ഹനുമാനെ കൊണ്ടുപോവുകയുമാണ്. ഹനുമാൻ ജലാശയത്തിൽ ഇറങ്ങേണ്ട താമസം ഒരു വലിയ മുതല ഹനുമാനെ ആക്രമിക്കാൻ വരികയാണ്. പെട്ടെന്ന് തന്നെ ഹനുമാൻ അതിനെ വധിച്ചു കളയുന്നു. അപ്പോൾ ഒരു ദിവ്യസുന്ദരിയായിട്ട് ആ മുതല രൂപാന്തരപ്പെടുകയാണ്. അവൾ ഹനുമാനോട് തൊഴുതുകൊണ്ട് പറഞ്ഞു, ഞാൻ മാലതി എന്ന സുന്ദരിയായിരുന്നു. ഒരു മഹർഷിയുടെ ശാപം മൂലമാണ് ഇങ്ങനെ ആയിട്ടുള്ളത്. ഇപ്പോൾ അങ്ങയിൽ നിന്ന് എനിക്ക് ശാപമോക്ഷം കിട്ടിയിരിക്കുന്നു. അങ്ങ് കണ്ട ആ മുനി കാലനേമി എന്ന രാക്ഷസനാണ്. അങ്ങയുടെ മാർഗം തടസ്സപ്പെടുത്തുകയാണ് അവൻ്റെ ലക്ഷ്യം. ഉടനെ അവനെ വധിച്ചു കളയുക. ദ്രോണാചലത്തിലെത്തി മരുന്നും കൊണ്ട് പോവുക. ഹനുമാൻ ഉടനെ തന്നെ ആശ്രമത്തിൽ തിരിച്ചെത്തി ആ കപടയതിയെ വധിച്ചു. മാലതി പറഞ്ഞതുപോലെ ദ്രോണപർവ്വതത്തിലെത്തി. പക്ഷേ മരുന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ പർവ്വതത്തെ
പറിച്ചെടുത്ത് ചന്ദ്രബിംബം എന്ന പോലെ ഉയർത്തിപ്പിടിച്ച് ശ്രീരാമചന്ദ്രൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. ഹനുമാന്റെ ദിവ്യശക്തിക്ക് മുമ്പിൽ ലോകം നമിച്ചുപോയി. വീണ്ടും വീണ്ടും ഹനുമാന്റെ അത്ഭുതകൃത്യങ്ങൾ പ്രപഞ്ചത്തിൽ മുഴങ്ങുകയാണ്. ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ട് വണങ്ങി നോക്കും വിധൗ ഔഷധാവാസമൃഷഭാദ്രിയും കണ്ടിതൗഷധമൊന്നുമേ കണ്ടതില്ലല്ലോ. കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പറിച്ചേണാംഗബിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നൻപോട് രാഘവൻ മുമ്പിൽ വെച്ചിണ്ടൽ തീർത്തിയിടിനാൻ വൻപടയ്ക്കന്നേരം. ഔഷധത്തിൻ്റെ കാറ്റ് തട്ടിയപ്പോൾ തന്നെ എല്ലാവരും ഉണർന്നെഴുന്നേൽക്കുകയാണ്. രാമൻ്റെ ആജ്ഞപ്രകാരം ഹനുമാൻ കുന്നെടുത്ത് യഥാസ്ഥാനത്ത് തന്നെ കൊണ്ടുവച്ച് അതിവേഗം തിരിച്ചു വന്നിരിക്കുകയാണ്. യുദ്ധത്തിൽ മരിച്ചുപോയ രാക്ഷസന്മാരുടെ ഉടൽ അപ്പോഴപ്പോൾ സമുദ്രത്തിൽ കളഞ്ഞതിനാൽ അവർക്ക് ഔഷധത്തിൻ്റെ ആനുകൂല്യം ലഭിച്ചതുമില്ല. ധർമ്മത്തിന് മേന്മയും അധർമ്മത്തിന് ക്ഷയവും സംഭവിച്ചിരിക്കുകയാണ്. മൃതസഞ്ജീവനിയുടെ വൈഭവത്താൽ പുത്തനുണർവ് വന്നിട്ടുള്ള വാനരന്മാർ രാവണൻ്റെ കോട്ടയ്ക്കുള്ളിൽ കടന്നു കയറി മതിലുകൾ തകർക്കുകയാണ്. വീടുകളെല്ലാം അഗ്നിക്കിരയാക്കുകയാണ്. മരങ്ങൾ മുറിച്ച് തള്ളുകയാണ്. കിണറുകളും തടാകങ്ങളും നികത്തുകയാണ്. മണിമാളികകളും ഗോപുരങ്ങളും വെൺമാടങ്ങളും ആയുധശാലകളും ആഭരണശാലകളും വെണ്ണീറായിക്കൊണ്ടിരിക്കുകയാണ്. ലങ്ക ചാമ്പലായി പോവുകയാണ്. ശ്രീരാമചന്ദ്രൻ്റെ മൂർച്ചയേറിയ ശരങ്ങൾ രാക്ഷസന്മാരെ വകവരുത്തിക്കൊണ്ടിരിക്കുകയാണ്. രാക്ഷസന്മാരുടെ നിലവിളികൾ, വാനരന്മാരുടെ അലർച്ചകൾ, വെന്തലറിപ്പായുന്ന ആനകളുടെ ചിഹ്നം വിളികൾ, കുതിരകളുടെ കരച്ചിൽ എല്ലാം കൂടിച്ചേർന്ന് ലങ്ക ശബ്ദായമാനമായിരിക്കുകയാണ്. രാവണൻ ആകെ വിഷണ്ണനായി. രാവണൻ്റെ നിർദ്ദേശപ്രകാരം പോരിനെത്തിയ കുംഭൻ, നികുംബൻ, പ്രജംഗൻ, യൂപാക്ഷൻ, ശോണിതാക്ഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ വമ്പിച്ച സൈന്യം വാനരന്മാരോട് ഏറ്റുമുട്ടി കാലപുരിയെ പ്രാപിച്ചു. പിന്നീട് ഖരൻ്റെ മകൻ മകരാക്ഷൻ യുദ്ധത്തിനെത്തിച്ചേർന്നു. നാഗാസ്ത്രങ്ങളും ആഗ്നേയ അസ്ത്രങ്ങളും അവൻ വിക്ഷേപിക്കുകയാണ്. വാനരന്മാർക്ക് അപകടം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്നേരം ശ്രീരാമചന്ദ്രൻ മകരാക്ഷനോട് ഏറ്റുമുട്ടി. ആദ്യമാദ്യം രാമനോട് തുല്യമായ നിലയിൽ പോരാടിയെങ്കിലും പിന്നീട് അവൻ തളർന്നു തുടങ്ങി. പാവകാസ്ത്രം കൊണ്ട് രാമൻ അവനെ വധിച്ചു. വിവരമറിഞ്ഞ രാവണൻ താൻ തന്നെ സ്വയം യുദ്ധരംഗത്തേക്ക് പുറപ്പെടുവാൻ തയ്യാറായി നിൽക്കവേ മേഘനാഥൻ പിതാവിനെ വണങ്ങുകയാണ്. താൻ തന്നെ നേരിട്ട് ശത്രുക്കളെ വധിച്ച് അങ്ങയുടെ കീർത്തി സംരക്ഷിക്കും എന്ന് ഉറക്കെ ഉദ്ഘോഷിച്ചുകൊണ്ട് പിതാവിൻ്റെ അനുവാദത്തോടുകൂടി മേഘനാഥൻ രണാങ്കണത്തിലേക്ക് പോവുകയാണ്. കാനീനൻ, രാവണി, മേഘനാഥൻ, മായാവി, ഇന്ദ്രജിത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന മഹാവീരനാണ് രാവണൻ്റെ മൂത്ത മകൻ മേഘനാഥൻ. കന്യകയുടെ മകൻ എന്ന സങ്കല്പത്തിൽ കാനീനൻ എന്നും രാവണൻ്റെ മകൻ എന്ന നിലയിൽ രാവണി എന്നും, ജനിച്ച ഉടനെ തന്നെ ഇടിനാദം പോലെ ശബ്ദം പുറപ്പെടുവിച്ചതിനാൽ മേഘനാഥൻ എന്നും, പരമശിവനെ ഗുരുവായി സ്വീകരിച്ച് സകല ജാലവിദ്യകളും അഭ്യസിച്ചു, അതിനാൽ മായാവി എന്നും, മൃഗേന്ദ്രജാലം, ഗഗേന്ദ്രജാലം, നരേന്ദ്രജാലം, സുരേന്ദ്രജാലം, മഹേന്ദ്രജാലം, ബ്രഹ്മേന്ദ്രജാലം, വായുസ്തംഭം, ജലസ്തംഭം, അഗ്നിസ്തംഭം, ജീവസ്തംഭം, ആകാശസഞ്ചാരം, പരകായ പ്രവേശം, രൂപഭേദ സ്വീകാരം, തിരോധാന വിദ്യ തുടങ്ങിയവെല്ലാം
പ്രഥമ ഗണനീയനായി തീർന്നതിനാലും മായാവി എന്ന നാമം അന്വർത്ഥമായിരിക്കുകയാണ് മേഘനാഥന്. ദേവേന്ദ്രനെ ബന്ധിച്ച് ലങ്കയിലേക്ക് കൊണ്ടുവന്നതിനാൽ ഇന്ദ്രജിത്തുമായി അറിയപ്പെടുന്നു. മേലോട്ടും കീഴോട്ടും മുന്നോട്ടും പിന്നോട്ടും ഇടത്തോട്ടും വലത്തോട്ടും മണ്ണിലും വിണ്ണിലും നീറ്റിലും കാറ്റിലും കാട്ടിലും മേട്ടിലും എങ്ങും എവിടെയും എപ്പോഴും എങ്ങനെയും സഞ്ചരിക്കാവുന്ന വിമാനം, ആയുധമേൽക്കാത്ത പടച്ചട്ട, സകലതിനെയും ഭേദിക്കാൻ കഴിയുന്ന ആയുധങ്ങൾ, ഇതെല്ലാം ഇന്ദ്രജിത്തിന് മാത്രം സ്വന്തമായതാണ്. അതിനാൽ തന്നെ വീരാധിവീരനാണ് അവൻ. സത്യബ്രഹ്മചാരിയും നിരാഹാരനും നിദ്രാരഹിതനുമായി 14 വർഷം വ്രതം ആചരിച്ച് യോഗ്യത നേടിയ സമപ്രായക്കാരന് മാത്രമേ അവനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു അപൂർവ വരദാനം കൂടി മേഘനാഥനിൽ നിക്ഷിപ്തമാണ്. ഇങ്ങനെ അസാമാന്യ സിദ്ധികളുള്ള അപൂർവത്തിൽ അപൂർവമായ പോരാളിയാണ് രാമസൈന്യത്തോട് അന്തിമ പോരാട്ടത്തിനായി എത്തിച്ചേർന്നിട്ടുള്ളത്. മറഞ്ഞു നിന്ന് യുദ്ധം ചെയ്യുന്ന ഇവനെ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് വധിക്കട്ടെ എന്ന് ചോദിച്ച ലക്ഷ്മണനോട് രാമൻ പറയുകയാണ്, നേരെ മുമ്പിൽ വരാത്തവരോടും പിന്തിരിഞ്ഞോടുന്നവരോടും അഭയം ചോദിക്കുന്നവരോടും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുവാൻ പാടില്ല. ഇവനോട് ഞാൻ തന്നെ പോർ ചെയ്യാമെന്ന് പറഞ്ഞ് രാമൻ തയ്യാറായി വരുമ്പോഴേക്കും മേഘനാഥൻ അന്തർധാനം ചെയ്യുകയാണ്. പെട്ടെന്നവൻ മറ്റൊരു തേരിൽ കയറി മായാസീതയെ ഇരുത്തിക്കൊണ്ട് പോർക്കളത്തിലെത്തുകയാണ്. വാനരസേനയുടെ മുമ്പിൽ വെച്ച് അവളെ നിർദാക്ഷിണ്യം മർദ്ദിച്ച് അവശയാക്കിയ ശേഷം വെട്ടിക്കൊല്ലുകയാണ്. ഇത് കണ്ട ഹനുമാനാദികൾ തളർന്നു പോവുകയാണ്. ആരെ വീണ്ടെടുക്കുവാനാണോ തങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടത്? ആ മഹാറാണി സീതയിത വധിക്കപ്പെട്ടിരിക്കുന്നു. ഇനി യുദ്ധം ചെയ്യുവാൻ സാധ്യമല്ല, വയ്യ. അവരെല്ലാവരും ഓടിച്ചെന്ന് രാമപാദങ്ങളെ ശരണം പ്രാപിക്കുകയാണ്. വിവരമറിഞ്ഞ രാമനും ഖേദപരവശനായി. ലക്ഷ്മണൻ രാമനെ ആശ്വസിപ്പിക്കുകയാണ്. യുദ്ധരംഗത്ത് പെട്ടെന്നുണ്ടായ പരിവർത്തനം കണ്ട് വിഭീഷണൻ രാമസന്നിധിയിലേക്ക് ഓടിയെത്തി. വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ അവൻ കൈകൊട്ടി ചിരിച്ചു. ഹേ വാനരന്മാരെ, ഇത് മേഘനാഥൻ്റെ ഒരു സൂത്രമാണ്, ഒരു ഉപായമാണ്. ആരുടെയും ഉപദ്രവമില്ലാതെ ഹോമം പൂർത്തീകരിക്കുവാൻ അവൻ ബോധപൂർവം അനുഷ്ഠിച്ചിട്ടുള്ള ഒരു കർമ്മമാണിത്. ഹോമം പൂർത്തീകരിച്ചാൽ അവനെ പിന്നെ ജയിക്കുവാനേ സാധ്യമല്ല. രാമ, ഹോമം മുടക്കുവാനുള്ള ആജ്ഞ ഉടനെ നൽകുക. വിഭീഷണനും ലക്ഷ്മണനും മറ്റ് വീരന്മാരും ചേർന്ന് രാമനിർദ്ദേശപ്രകാരം മേഘനാഥനെ എതിരിടാൻ നികുംബിലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ദ്രജിത്ത് ഹോമം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. കാവൽക്കാരായ രാക്ഷസന്മാരെ വധിച്ചുകൊണ്ട് വാനരവീരന്മാർ ഹോമസ്ഥലത്തേക്ക് തള്ളിക്കയറുകയാണ്. വാനരന്മാരുടെ തള്ളിക്കയറ്റവും കോലാഹലങ്ങളും ബഹളങ്ങളും മേഘനാഥനെ വലച്ചു. അവൻ ആയുധവുമായി പുറത്തിറങ്ങി വാനരന്മാരോട് ഏറ്റുമുട്ടുകയായി. ഈ തക്കത്തിൽ വിഭീഷണ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ മേഘനാഥനെ എതിരിടുകയാണ്. 14 വർഷം നിരാഹാരനായി നിദ്രാരഹിതനായി വനത്തിൽ കഴിച്ചുകൂട്ടിയ ലക്ഷ്മണൻ അവൻ അറിയാതെ തന്നെ മേഘനാഥൻ്റെ വരത്തെ മറികടക്കാനുള്ള യോഗ്യത നേടിയിരിക്കുകയാണ്. കൈകേയി കൃത്യമായി 14 വർഷം വനവാസ വ്യവസ്ഥ ആവശ്യപ്പെട്ടതും എല്ലാം തന്നെ ദൈവഹിതം എന്ന് ഇത്തരുണത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഹനുമാന്റെ ചുമലിലേറി ലക്ഷ്മണൻ രാവണിയെ എതിരിടുകയാണ്. പരസ്പരം രണ്ടുപേരും അസ്ത്രശസ്ത്രങ്ങൾ തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും മുൻതൂക്കമില്ല. ഇതുപോലൊരു യുദ്ധം മേലിലുണ്ടാവില്ലെന്ന് ബ്രഹ്മാദി ദേവന്മാർ അരുളി ചെയ്യുകയാണ്. പ്രപഞ്ചം മുഴുവൻ നിർനിമേഷരായി നോക്കി നിൽക്കവേ, രണ്ടുപേരെയും ഏവരും പ്രശംസിച്ചു കൊണ്ടിരിക്കവേ, ലക്ഷ്മണകുമാരൻ ശ്രീരാമചന്ദ്രൻ്റെ പാദകമലങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഐന്ദ്രാസ്ത്രം ജപിച്ചയച്ചു. ആ ശ്രമം ഇന്ദ്രജിത്തിൻ്റെ കണ്ഠം ഛേദിച്ച് സമുദ്രത്തിൽ കഴുകി
ശുദ്ധിയാക്കി ലക്ഷ്മണൻ്റെ തൂണീരത്തിൽ ആ അസ്ത്രം വന്ന് പ്രവേശിക്കുകയാണ്. ദേവേന്ദ്രനും മാമുനിമാരും നാരദരും യക്ഷഗന്ധർവാദികളും ലക്ഷ്മണനെ സ്തുതിച്ച് പാടുകയാണ്. ശംഖനാദം മുഴക്കുകയാണ്. ആർപ്പുവിളികളുമായി അവർ രാമസമീപം എത്തുകയാണ്. രാമൻ അവനെ വാരിപ്പുണർന്ന് അരുളി ചെയ്യുകയാണ്. ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം, രാവണിയുദ്ധേ മരിച്ചത് കാരണം, രാവണൻ താനും മരിച്ചാനറിക നീ, ക്രോധനായി നമ്മോട് യുദ്ധത്തിനായി വരും, പുത്രശോകത്താലിനി ദശഗ്രീവനും. പുത്രൻ്റെ മരണവാർത്ത കേട്ടറിഞ്ഞ രാവണൻ അതീവ ദുഃഖിതനായി. മകൻ്റെ ഓരോരോ ഗുണഗണങ്ങളും പാടി പാടി പറഞ്ഞുകൊണ്ട് കേഴുകയാണ് രാവണൻ. പെട്ടെന്നൊരു ബോധോദയമുണ്ടായ പോലെ എൻ്റെ മരണത്തിന് കാരണമായിട്ടുള്ള മൈഥിലി, അവളെ കൊന്ന് ചോര കുടിച്ചേ ഞാൻ അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് വാളുമായി പുറപ്പെടുകയാണ് രാവണൻ. ദുഷ്ടൻ്റെ വരവ് കണ്ട് സീത രാമരാമ എന്ന് ജപിച്ചുകൊണ്ടിരിക്കവേ സുപാർശൻ എന്ന രാക്ഷസ ശ്രേഷ്ഠൻ സ്ത്രീവധമെന്ന ദുഷ്പ്രവൃത്തിയിൽ നിന്നും രാവണനെ അകറ്റി അന്തിമ വിജയത്തിനായി പോരാടുവാൻ യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവിടെ ഇന്നത്തെ സത്സംഗം സമാപിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.